ഉദ്ദേശമുണ്ട്. ആമേൻ. പേരുകൾ നിന്റെ ചരിത്രം മാറ്റും എന്ന് ഇന്ന് രാവിലെ മനസ്സിലാക്കണം. ഇതിനകത്ത് ഇന്ന് രാവിലെ വചനദൂതിനെ കേൾക്കാനായി സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടായി പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ തന്നെ ദൂത് കൈമാറുന്നു. ചിലരുടെ പേരുകൾ ചരിത്രമായി മാറാൻ പോവാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കാരണം ഒരു തിരഞ്ഞെടുപ്പിനകത്താണ് നിങ്ങൾ ഇന്ന് പകലിൽ ഇവിടെ ആയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിത്വം നിർബന്ധിച്ചു കൊണ്ടുവന്നതല്ല, പദ്ധതിക്കകത്ത് ഇതിനകത്ത് സന്നിഹിതരായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നിങ്ങളെ ഒരു പരിശീലന കളരിക്കകത്ത് കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്തിരിക്കുന്നവർ സാധാരണക്കാരല്ല. ദൈവത്തിന്റെ മഹത്വത്തെ ഈ തലമുറയിൽ വഹിപ്പാൻ പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുത്ത മാനപാത്രങ്ങളെയാണ് ഇന്ന് പകലിൽ എനിക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും പറയുന്നത് പോലെ ഇതര സൂം പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്ലാറ്റ്ഫോമിനെ പരിശുദ്ധാത്മാവ് ഒരു പരിശീലന കളരിയാക്കിയിട്ടാണ് വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ദൈവത്തിന്റെ വചനവുമായി കണക്റ്റഡ് ആയി നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പുതിയ നിയോഗങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നു ഈ തലമുറയിൽ പരിശുദ്ധാത്മാവിൽ ഒരു പുതിയ നിയോഗം പ്രാപിച്ച് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ശബ്ദമായി മാറുവാൻ? ഷൽബറ ടിയാറ മനാസി. എല്ലാവരും ശക്തമായി പ്രാർത്ഥിച്ചോളുക. ഈ ഹെഫ്സിബ ബ്യൂല എന്ന പ്രിയ മകളോട് പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ തന്നെ ദൂത് കൈമാറുന്നു. കഴിഞ്ഞ തവണ ആലോചന പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നേ. ദൈവാത്മാവ് ഇന്ന് പകൽ വ്യക്തമായിട്ട് ദൂത് പറയുകയാണ്. ശക്തമായൊരു വചനത്തിന്റെ ശുശ്രൂഷികയാക്കി പരിശുദ്ധാത്മാവ് പുറത്തെടുക്കാനായിട്ട് പദ്ധതിയുണ്ട്. ഈ നാളുകളിൽ ദൈവവചനത്തിനായി ആഴമേറിയൊരു ദാഹത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുക. ഒരു വ്യക്തിയോട് മാത്രമുള്ള ദൂതല്ല കൈമാറുന്നത്. വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഇരുവായ്ത്തല മൂർച്ചയുള്ള വാളാണ്. അതിന്റെ അർത്ഥം ഇതിന്റെ പ്രതിഫലനം 2 ഭാഗങ്ങളിലേക്കുണ്ടാവും. വ്യക്തിപരമായി ഒരു വ്യക്തിയോട് പറയുന്ന ദൂതിനെ നിങ്ങൾ അങ്ങനെ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ദൂത് നിങ്ങളിലേക്ക് റിഫ്ലക്ട് ചെയ്യും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ചില റിഫ്ലക്ഷനുകൾ ഇന്ന് രാവിലെ സംഭവിക്കാൻ പോവുക. വചനത്തിന്റെ ശക്തി ചിലരിലേക്ക് ആഴത്തിൽ ഇറങ്ങാൻ പോവുക. ചിലരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ അടിമുടി മാറി മറിയുന്നൊരു പകലാക്കി ഈ പകലിനെ പരിശുദ്ധാത്മാവ് മാറ്റുകയാണെന്ന് ഇന്ന് രാവിലെ തിരിച്ചറിയുന്നവർ പരിശുദ്ധാത്മാവിൽ കർത്താവിന്റെ സന്നിധിയിൽ ഒരു പുതിയ നിയോഗത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ ആത്മാവ് ദൂത് കൈമാറുക. കഴിഞ്ഞ തവണ വന്നപ്പോ അസാധാരണമായ ചില ദർശനങ്ങൾ ഞാൻ ഇതിനകത്ത് കാണാനിടയായി. നിരവധി സൂം പ്ലാറ്റ്ഫോം വേദികളിൽ കർത്താവിന്റെ തിരുവചനത്തെ പങ്കുവെക്കാൻ പരിശുദ്ധാത്മാവ് അവസരങ്ങൾ തന്നിട്ടുണ്ട്. ഹെർമോൻ മൗണ്ട് എന്ന അനുഗ്രഹീതമായ ഈ പ്ലാറ്റ്ഫോമിലും നിരവധി പ്രാവശ്യം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സന്ദേശത്തിന്റെ ഒരു വാഹകനായി നിൽപ്പാൻ പരിശുദ്ധാത്മാവ് എനിക്ക് അവസരം തന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണത്തെ ഉപവാസ പ്രാർത്ഥന അസാധാരണമായിട്ടുള്ള ചലനങ്ങൾ നിങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു ഉപവാസ പ്രാർത്ഥനയാണ്. ആമേൻ. അതിൽ ഇതിനകത്ത് ഇന്ന് രാവിലെ ഉള്ളവർ അന്നത്തെ ആ പ്രാർത്ഥന കൂട്ടായ്മയിൽ, ഉപവാസ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുക. അന്നുണ്ടായിരുന്നവർക്കറിയാം സാധാരണമായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾ ആ ദിവസങ്ങളിൽ വെളിപ്പെട്ടു. എന്നോട് കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ ദൂത് കൈമാറാൻ പറയുന്നു, എവിടെ നിർത്തിയോ അവിടെ നീ വീണ്ടും ആരംഭിക്കാൻ പോവാ. അവൻ ഈ ദൂത് ഇന്ന് രാവിലെ മുഴുവൻ പേരും പിടിച്ച് കയറി വരുവാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. എന്നോട് കർത്താവ് പറയുന്നു, ഒരു പുതപ്പിന്റെ കൈമാറ്റത്തിന്റെ സീസണിന് വേണ്ടി ദൈവം ചിലരെ ഇതിനകത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുക. സാധാരണ ഒരു പുതപ്പല്ല. ഏലിയാവിന്റെ മേൽ നിന്ന്
ഏലീശയിലേക്ക് പകരപ്പെട്ട ഒരു പുതപ്പല്ല. ഇന്ന് രാവിലെ യേശുവയുടെ ഒരു പുതപ്പ് നിന്റെ മേൽ പകരുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ആഗ്രഹിക്കുകയാണ്. ചിലരുടെയൊക്കെ നാവിന്റെ മൂർച്ച പരിശുദ്ധാത്മാവെന്ന് കൂട്ടാൻ പോവാട്ടോ. എത്ര പേർ ഈ ദൂതനെ പിടിക്കും? ഇതുവരെ സംസാരിച്ചതുപോലെയല്ല ഇനി സംസാരിക്കാൻ പോകുന്നത്. പ്രത്യക്ഷമായി നിന്റെ നാവിൽ നിന്ന് പറയുന്ന വാക്കുകൾക്ക് തീ പിടിക്കുന്ന ഒരു സീസൺ പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ ഓപ്പൺ ആക്കാൻ പോവാ. ആമേൻ. സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത ചില മേഖലകളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സീസൺ ആണിതെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായ ആലോചന പറയുക. അതുകൊണ്ട് കർത്താവിന്റെ കൂടെ ഈ നാളുകളിൽ നിന്ന് സീസണുകളെ തിരിച്ചറിയാൻ ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുക. പലർക്കും വാഗ്ദത്തം നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ കാരണം അവർ സീസണുകളെ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ്. എന്നാൽ ഇന്ന് രാവിലെ സീസണിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചിലർ ചുവട് വെക്കുന്ന ഒരു പകലായിട്ട് ഇത് മാറുകയാണെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. കർത്താവിന്റെ ശ്രേഷ്ഠ അഭിഷിക്തൻ അപ്പോസ്റ്റൽ ജോസി ഡാനിയൽ അവറുകളോടും ഉള്ള ആഴമേറിയ കൃതജ്ഞത ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. ഇപ്രകാരം ഒരു വേദിയെ തിരുവചനത്തിന്റെ മാറ്റമില്ലാത്ത സന്ദേശത്തിന് വാതായനം തുറന്ന കർത്താവിന്റെ ദാസനെ പരിശുദ്ധാത്മാവ് നാളുകളിൽ കൂടുതലായി ആദരിക്കും. ഇങ്ങനെ ഒരു ശിഷ്യഗണത്തെ ദൈവരാജ്യത്തിന് വേണ്ടി വാർത്തെടുക്കാനുള്ള ഒരു മഹായത്നത്തിന്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്നതിൽ എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങളും ആശംസകളും ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഇന്ന് രാവിലെ തികഞ്ഞ ഏകാഗ്രതയോടെയും തികഞ്ഞ പ്രാർത്ഥന മനോഭാവത്തോടെയും ദൈവസന്നിധിയിലായിരിക്കുക. നാം എവിടെ കഴിഞ്ഞ തവണ നിർത്തിയോ അതേ മേഖലയിൽ ഇന്ന് രാവിലെ ആരംഭിക്കുകയാണ്. വേദചിന്തയ്ക്ക് ആധാരമായി ഒരു വേദശകലം വായിക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. എബ്രായ ലേഖനം 3:2. മോശെ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ആമേൻ. മോശെ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ഇന്ന് രാവിലെ ഒരു വസ്തുത മറന്നു പോകരുത്. വിശ്വസ്തതയാണ് നിന്റെ വാഗ്ദത്തത്തിലേക്കുള്ള വാതിൽ. ആമേൻ. ആരൊക്കെ വിശ്വസ്തരായി തീരുന്നോ അവർക്കൊക്കെയും പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ചില പ്രൊമോഷൻ ലെറ്ററുകൾ കൈമാറാൻ പോവാ. ഈ ദൂതിനെ ഇന്ന് രാവിലെ പിടിച്ചോ. ചിലരുടെ ലൈഫിനകത്ത് പ്രൊമോഷൻ ലെറ്ററുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സീസണായത്. ആമേൻ. കാരണം ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് തന്റെ ദൂതുവാഹിയായിട്ടാണ്. ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന വലിയൊരു കൂട്ടത്തെ, ഇരുളിലും അന്ധതമസിലുമായിരിക്കുന്ന വലിയൊരു കൂട്ടത്തെ പരിശുദ്ധാത്മാവിൽ വാർത്തെടുക്കുക എന്നുള്ളൊരു വലിയ നിയോഗത്തിന്റെ ഭാഗമാക്കി ദൈവം നിന്നെ ഒരു പ്രവാചക ശുശ്രൂഷയിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന സീസണാണ് മുമ്പിലുള്ളതെന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. ഷാൽബറാറ്റിയ റിമാനാസിയ. ശക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോടുക. ഇത് രാവിലെ ദൈവാത്മാവിന്റെ മഹത്വം ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഇറങ്ങി നിൽക്കുന്ന കാഴ്ച ഞാൻ കാണുകയാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ വ്യത്യസ്തമായ 3 കാഴ്ചകൾ കാണാനിടയായി. അതിൽ പ്രാരംഭത്തിൽ കണ്ടത് ആയുധധാരിയായ ഒരു ദൂതനെയാണ്. 2-ാം തവണ വന്നപ്പോൾ സാക്ഷാൽ സൈന്യാധിപനായ ക്രിസ്തുവിനെയാണ് കാണാൻ കഴിഞ്ഞത്. 3-ാം തവണ വന്നപ്പോൾ തിരിയുന്ന ഒരു വാള് എനിക്കന്ന് കാണാൻ ഇടയായി. അതൊരു പ്രത്യേക തരം വാളായിരുന്നു. എനിക്ക് ആ വാൾ എന്തെന്ന് പരിശുദ്ധാത്മാ വ്യക്തമായി കാണിച്ചു തന്നു. ആ വാള് ദൈവത്തിന്റെ വചനമായിരുന്നു. ആമേൻ. സാരം, ഈ പ്ലാറ്റ്ഫോമിനെ ദൈവം വാർത്തെടുക്കുന്നത് ദൈവ വചനത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. ആമേൻ. ഇന്ന് രാവിലെ ഈ ദൂതിനെ പിടിച്ച് കർത്താവിനെ സ്തുതിച്ചോ. ഇത് സാധാരണ ഒരു പ്ലാറ്റ്ഫോം അല്ല, ഇതൊരു പരിശീലന കളരിയാണ്. ഇവിടെ ഇന്നുകളിൽ
ഈ പ്ലാറ്റ്ഫോമിനകത്ത് ആയിരുന്ന് ഈ ദൂതിനെ സ്വീകരിക്കുന്ന നിങ്ങൾ നാളുകളിൽ പ്ലാറ്റ്ഫോമുകളെ വിസ്മയങ്ങൾ തീർക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് പുറത്തു വരുമെന്നുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ ആലോചന ഇത്തരണത്തിൽ കൈമാറുകയാണ്. ഈ ദൂതിനെ പിടിച്ചവർ ഇന്ന് രാവിലെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിങ്ങളുടെ തലം മാറുകയാണ്. കേൾവിക്കാരിൽ നിന്ന് പകർന്നു കൊടുക്കുന്നവരിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ റലത്തെ ചേഞ്ച് ചെയ്യാൻ പോകുന്നെന്ന് ഇന്ന് രാവിലെ ആത്മാവ് പ്രവചിക്കുകയാണ്. ഇതുവരെയും വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന സന്ദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സീസണിൽ ഒരു ദൂതുവാഹിയുടെ റോളിലേക്ക് പരിശുദ്ധാത്മാവിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ആമേൻ. മനുഷ്യപുത്രന്മാരിൽ കർത്താവ് അന്വേഷിക്കുന്നവർ വിശ്വസ്തരായിരിക്കണമെന്നാണ്. പലരും അവിശ്വസ്തരായി തുടരുന്ന സ്ഥാനത്ത് നീ വിശ്വസ്തയോടെ നിൽക്കുന്നത് നിമിത്തം പരിശുദ്ധാത്മാവ് നിന്റെ കയ്യിൽ ഒരു ബാറ്റൺ കൈമാറുന്നത് ഇന്ന് രാവിലെ ഞാൻ കാണുകയാണ്. ചിലരുടെ ഓട്ടത്തിന് വേഗത കൂടാൻ പോവുക കേട്ടോ ഈ സീസണിൽ. ഇതുവരെ നീ ഓടിയതുപോലെയല്ല, ചിലതിന് മുൻപിൽ നീ ശരവേഗത്തിൽ ഈ നാളുകളിൽ ഓടാൻ പോവാ. ആമേൻ. ആഹാബിന്റെ രഥചക്രങ്ങളെ വെല്ലുന്ന രീതിയിൽ പ്രവാചകന്റെ കാലുകൾക്ക് വേഗത കൈവന്നെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവ് പ്രവചിക്കുന്നു, നിന്റെ കാലുകൾക്ക് വേഗത വർദ്ധിക്കാൻ പോവുക. കാരണം ദൈവം ഒരു വലിയ നിയോഗവുമായി, ഒരു വലിയ പദ്ധതിയുമായി നിന്നെ പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് അയക്കുന്ന ഒരു സീസണാണിതെന്ന് ഇന്ന് രാവിലെ ആത്മാവ് പ്രവചിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പല രീതിയിലുള്ള പ്രതിസന്ധികൾ നിന്റെ ഭാവിക്കെതിരെ പൈശാചിക ശക്തികൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി കൊണ്ടുവന്നിട്ടും ഇതുവരെയും വീണ് പോകാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മഹത്തായ നിയോഗം നിന്റെ മേൽ പരിശുദ്ധാത്മാവ് പകർന്നിട്ടുണ്ട്. ആ നിയോഗത്തിന്റെ ഭാഗമായി പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക്, രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് സർവശക്തനായ ദൈവത്തിന്റെ ഒരു ദൂതുവാഹിയായി അന്ധകാരം നിറഞ്ഞ ഹൃദയങ്ങൾക്കകത്ത് ക്രിസ്തുവാകുന്ന ലോകത്തിന്റെ പ്രകാശത്തെ പകർന്നു കൊടുത്ത് ഒരു വലിയ കൂട്ടത്തെ പൈശാചിക അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്ന ഒരു മഹത്തായ നിയോഗത്തിന്റെ ഭാഗമായി പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ നിനക്ക് വേഗത നൽകാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവ് പ്രതീക്ഷിക്കുന്നത് വിശ്വസ്തരായ വ്യക്തിത്വങ്ങളെയാണ്. ഇന്ന് വളരെ അപൂർവമായി കാണുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് വിശ്വസ്തത. ആമേൻ. വിശ്വസ്തത മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഈ സന്ദേശത്തെ കേൾക്കുന്ന നിങ്ങൾ വിശ്വസ്തത മുഖമുദ്രയാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ സുശക്തമായ നിലകളിൽ ഉപയോഗിക്കപ്പെടുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുക. നാം കഴിഞ്ഞ തവണ ഇതേ വേദശകലം വായിച്ചപ്പോൾ 1-ാം വാക്യം തൊട്ട് 7-ാം വാക്യം വരെയാണ് വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 1 തൊട്ട് 7 വരെ ഉള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? 1 തൊട്ട് 7 വരെ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. മോശെ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. ഏത് ഭവനവും ചമച്ചവൻ ഒരാൾ വേണം. സർവവും ചമച്ചവൻ ദൈവം തന്നെ. അവന്റെ ഭവനത്തിലൊക്കെയും മോശെ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരിക്കുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ.
മതി. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ, അപ്പോൾ ഇന്ന് പകൽ ഈ പ്ലാറ്റ്ഫോമിൽ മുഴങ്ങി കേൾക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ്. ആമേൻ. മനുഷ്യന്റെ ശബ്ദത്തിന് നമ്മുടെ സ്ഥിതികളെ മാറ്റം വരുത്താൻ കഴിയാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് പുതുജീവൻ നൽകാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് പകൽ ഉൾക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ വചന ദൂതിനനുസൃതമായിട്ട് ഇന്ന് രാവിലെ പ്രതികരിക്കാൻ തയ്യാറാകുക. ഇങ്ങനെയാ വായിച്ചത്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, ഈ വിളി ഉന്നതമായൊരു വിളിയാണ്. ഈ വിളി അതിശ്രേഷ്ഠമായ ഒരു വിളിയാണ്. സാധാരണക്കാർക്ക് അപ്രാപ്യമായ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിൽ കണക്റ്റഡ് ആകാതെ നിൽക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് അപ്രാപ്യമായ മഹത്തരമായൊരു നിയോഗത്തെ നിനക്ക് കൈമാറേണ്ടതിന് വേണ്ടിയാണ് കഴിഞ്ഞ നാളുകളിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പകരപ്പെട്ടത്. ആമേൻ. ഇന്ന് രാവിലെ തിരിച്ചറിയുക, പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ മേൽ മഹത്തരമായ ഒരു നിയോഗമുണ്ട്. ഈ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി ദൈവം നിങ്ങളെ വിളിച്ചതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്, ഇതേ മഹത്തരമായ വിളിക്കകത്തിരിക്കുന്ന ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് വലിച്ചടുപ്പിക്കുക എന്നുള്ള മഹത്തായൊരു നിയോഗമാണ്. ആമേൻ. ഒന്നും രണ്ടും പേരെ നേടാനുള്ള ഒരു വിളിയല്ല ഉള്ളത്. എണ്ണമറ്റപ്പെട്ട ഒരു സംഖ്യയെ, വലിയൊരു കൂട്ടത്തെ പരിശുദ്ധാത്മാവിൽ വാർത്തെടുക്കാനുള്ള ഒരു മഹാനിയോഗത്തിന്റെ ഭാഗമായി കർത്താവ് ഈ നാളുകളിൽ നിന്നെ തിരുവെഴുത്തിന്റെ ആഴങ്ങളിലൂടെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തിരുവെഴുത്തിന്റെ ആഴമേറിയ സത്യങ്ങളെ തിരിച്ചറിയുന്ന നിങ്ങൾ ഒരു സഞ്ചാരിയെ പോലെ വരുന്ന ആളുകളിൽ അനേകം ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ മർമ്മത്തെ, വചനമാകുന്ന മർമ്മത്തെ പകർന്നു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. ആമേൻ. ഞാനിതിനകത്തൊരു പ്രവചന ദൂത് ഇങ്ങനെ കൈമാറുന്നു. കർത്താവിനെ ഒരു കാഴ്ച കാണിക്കുന്നു. ചില ആളുകൾ അവർ വെളിപ്പാട് ലഭിക്കാതെ വഴിയരികിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. എന്നാൽ ഇന്ന് രാവിലെ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വായാക്കി നിന്നെ പുറത്തെടുത്തുകൊണ്ട് അപ്രകാരം വഴിയരികിലും അപ്രകാരം പട്ടണങ്ങളിലും ഒരു വെളിപ്പാട് ലഭിക്കാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരിലേക്ക് ദൈവത്തിന്റെ ദൂതിനെ കൃത്യമായി പകർന്നു കൊടുക്കാനുള്ള ഒരു മഹാനിയോഗം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതായിട്ട് ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഗസയ്ക്കുള്ള നിർജ്ജന സ്ഥലത്തേക്ക് പോക എന്ന് പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് ദൂത് പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് ആ ദൂതിനെ അനുസരിക്കുക. ഇതാ വിശ്വസ്തത എന്ന് പറയുന്നത് കേട്ടോ. വിശ്വസ്തതയുള്ളവന്റെ ജീവിതം അസാധാരണമായ വഴിത്തിരിവുകളാൽ സമ്പന്നമായി മാറും. ഇത് രാവിലെ തിരിച്ചറിയുക, ചിലരുടെ ജീവിതത്തിനകത്ത് വഴിത്തിരിവുകളുടെ ഒരു സീസൺ പരിശുദ്ധാത്മാവ് തുറക്കുക. എന്റെ ലൈഫിൽ ഇതുവരെയും പ്രതീക്ഷിക്കാത്ത ചില മേഖലകൾ, ഇതുവരെ ചെന്നിട്ടില്ലാത്ത ചില മേഖലകളിൽ, ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ലാത്ത ചില വ്യക്തികളോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ദൂതിനെ കൈമാറാൻ പരിശുദ്ധാത്മാവ് ഈ സീസണിൽ നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ആമേൻ. ഇതൊരു സാധാരണ വിളിയല്ല കേട്ടോ. ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ സാധാരണക്കാരനല്ലെന്ന് ഒരിക്കൽ കൂടെ ആത്മാവ് പ്രവചിക്കുകയാണ്. നിങ്ങളെ ശ്രേഷ്ഠമേറിയ ഒരു നിയോഗത്തിനകത്താ കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത്. ആമേൻ. 12 പേരെ പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്തെന്ന് നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നു. 12 അപ്പോസ്തലന്മാരെ കർത്താവ് പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്തു. പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്തവരിലേക്ക് ഒരു പകർച്ചയെ കൈമാറിയെങ്കിൽ ഇന്ന് രാവിലെ പ്രാർത്ഥനയുടെ പ്രതിഫലനമായി ഇതിനകത്തൊരു പകർച്ചയുടെ പുതപ്പ് വെളിപ്പെടുന്നത് ഞാൻ കാണുകയാണ്. ചിലരൊക്കെയും പ്രവചന ശുശ്രൂഷയിലേക്ക് ഈ സീസണിൽ ഗിയർ ചേഞ്ച് ചെയ്യപ്പെടുന്നത് ഞാൻ കാണുന്നു. പ്രാർത്ഥിച്ച് തന്നെ പിടിച്ചോളുക. നാളിതുവരെയും ദൂതുകൾ കേട്ടുകൊണ്ടിരുന്ന നീ അതിൽ നിന്ന് വ്യത്യസ്തമായി നാളുകളിൽ ദൂത് കൈമാറുന്ന തലത്തിലേക്ക്
പരിശുദ്ധാത്മാവ് നിന്നെ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു സീസൺ ആണെന്ന് ഇന്ന് രാവിലെ ആത്മാവ് പ്രവചിക്കുകയാണ്. ക്രൈസ്തലോ, ഏതൊക്കെ മേഖലകളിൽ മാറ്റി നിർത്തിയോ, ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഒഴിവാക്കിയോ, ആരൊക്കെ കഴിവ് ഇല്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയോ, അവരുടെ നടുവിൽ ഈ സീസണിൽ ഒരു പുതിയ വെളിപ്പാടുമായി, വചനത്തിന്റെ ഒരു പുതിയ മർമ്മത്തിന്റെ തലവുമായി പരിശുദ്ധാത്മാവ് നിന്നെ നിർത്തുന്ന സീസൺ വെളിപ്പെട്ട് വന്നിരിക്കുന്നെന്ന് ഇന്ന് രാവിലെ ആത്മാവ് പ്രവചിക്കുക. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥന ആഴമേറിയ വെളിപ്പാടുകളാൽ സമ്പന്നമാകാൻ പോവുക. ഇതുവരെയും നീ കേട്ടിട്ടില്ലാത്ത ചില വെളിപ്പാടുകൾ, വചനത്തിന്റെ ആഴമേറിയ മർമ്മങ്ങൾ അഭിഷിക്തരിലൂടെ പരിശുദ്ധാത്മാവ് കൈമാറുന്ന ഒരു സീസണാണിതെന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ദൈവസഭ യുദ്ധസജ്ജരായി പുറത്തു വരട്ടെ. ആമേൻ. രാവിലെ ഒരു കാര്യം മറക്കരുത്, ആയുധമില്ലാത്ത ഒരു സൈനികൻ പടക്കളത്തിൽ നിർവീര്യനായി മാറും. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ആയുധങ്ങളുടെ ഒരു കൈമാറ്റം ഇതിനകത്ത് ഞാൻ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതുവരെയും നിന്റെ കൈവശം വന്നിട്ടില്ലാത്ത ചില ആയുധങ്ങൾ ഈ സീസണിൽ പരിശുദ്ധാത്മാവ് നിന്റെ കയ്യിൽ മൂർച്ച കൂട്ടി പിടിപ്പിക്കാൻ പോവുക. ഷൽബറാറ്റി റിമ കമനാസിയ. അന്യഭാഷകൾ ലഭിച്ചവർ അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിക്കുക. ഇന്ന് രാവിലെ കൂട്ടത്തോടെ പരിശുദ്ധാത്മാവ് ചില പ്രൊമോഷനുകൾ ഇതിനകത്ത് തുറക്കപ്പെടുക. ആമേൻ. ചിലരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു സീസണാണിത്. ചിലരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ പോവുക. നാളുകളേറെയായി പ്രാർത്ഥിക്കുന്നു, കർത്താവ് നീ എനിക്കൊന്ന് കരുത്ത് പകരണമേ, നീ എന്നെ ഇതിനകത്ത് നിന്ന് നിന്റെ ആത്മാവിൽ നിറച്ചൊന്ന് പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. എന്നാൽ ആത്മാവ് പറയുന്നു, ഈ സീസൺ, ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന നിന്റെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരമായിരിക്കും. പ്രത്യക്ഷത്തിലുള്ള ചില ഉത്തരങ്ങൾ ദൈവാത്മാവ് നിന്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ പോവാ. ഷാൽബറ റിമാനാസിയ. നമ്മളിങ്ങനെ വായിച്ചത് അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, ഒരു കൂട്ടം ഒരുമിച്ച് നിന്ന് ഒരു പടയ്ക്ക് പുറപ്പെടുന്നത് പോലെ ഹെർമോൻ അകത്തുള്ള ഒരു കൂട്ടം അഭിഷിക്തന്മാർ ഒരൊറ്റ മനസ്സോടെ അഭിഷിക്തനോട് ചേർന്ന് നിന്ന് കരം കോർത്ത് ചില മണ്ഡലങ്ങളെ പിടിക്കാൻ, ചില മേഖലകളെ പിടിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ യുദ്ധസജ്ജരാക്കുന്ന ഒരു സീസണാ നിങ്ങളുടെ മുമ്പാകെ ഇപ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ സീസണുകളെ തിരിച്ചറിയണം, സീസണുകളെ തിരിച്ചറിയണം. ആമേൻ. ഫിലിപ്പോസിനോട് ആത്മാവ് പറഞ്ഞു, നീ ഗസയ്ക്കുള്ള നിർജ്ജന സ്ഥലത്തേക്ക് പോകണം. ദൂത് കിട്ടിയപ്പോ വ്യക്തമായി ആ ദൂതിനെ വിവേചിച്ചറിഞ്ഞ അഭിഷിക്തൻ പരിശുദ്ധാത്മാവ് പറഞ്ഞ ഇടത്തേക്ക് സ്റ്റെപ്പുകൾ വെച്ചു. ഇത് രാവിലെ ഒരു ദൂത് പറയുക, ദൈവാത്മാവിന്റെ വാക്കുകൾക്കനുസരിച്ച് നീ ചുവട് വെച്ചാൽ നീ കയറുന്നത് ചരിത്ര പുസ്തകത്തിന്റെ ഏടുകളിലേക്കായിരിക്കുമെന്ന് ഇന്ന് ആത്മാവ് ആമേൻ.
താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹാലലൂയ. അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. ഹാലലൂയ. കർത്താവിന്റെ വലിയ സാന്നിധ്യം വ്യാപരിക്കപ്പെടുമ്പോൾ ആമേൻ അതിനെതിരായിട്ട് നിൽക്കുന്ന എല്ലാ ആമേൻ സ്ട്രോങ് ഹോൾഡുകളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വഴിമാറട്ടെ. അർത്ഥന ജഗൽഖമനഗഡഗസിയാന്തന യേശുവിന്റെ നാമത്തിൽ. ഹാലലൂയ. ഒരു പുതിയ നിയോഗം ഇന്ന് രാത്രിയിൽ, ഇന്നൊരു പകലിൽ ഹാലലൂയ നമ്മുടെ മേൽ ആമേൻ അത് വീഴേണ്ടതിന് ഹാലലൂയ അതിനെ ഒതുക്കാൻ ശ്രമിക്കുന്ന സകല ശക്തികളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഹാലലൂയ രക്തത്താലും വചനത്താലും ഞങ്ങൾ ജയമെടുക്കുന്നു. രക്തത്താലും വചനത്താലും ഞങ്ങൾ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹാലലൂയ. താങ്ക് യു ജീസസ്. ഹാലലൂയ. ഓവർ ടു ആമേൻ. ഹാലലൂയ. കർത്താവിന്റെ സന്നിധി ആയിരിക്കുക. ആമേൻ. സിയാലവൈഡ. നിങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചോളുക. ശത്രു പണി തുടങ്ങിയിട്ടുണ്ട്. ആമേൻ. ശത്രു പണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതിനകത്ത് ചിലർ മൂർച്ചയാക്കപ്പെടുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. ഇന്ന് രാവിലെ തിരിച്ചറിഞ്ഞോളുക, നിങ്ങൾക്ക് മൂർച്ച കൂടുന്നുണ്ട്. ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾക്ക് മൂർച്ച കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാ ശത്രു അടങ്ങിയിരിക്കാതെ ആക്രമണം നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാവിലെ തിരിച്ചറിയുക, നിന്റെ മേൽ നിയോഗം കൈമാറിയത് മനുഷ്യനല്ല. നിന്റെ മേൽ നിയോഗം കൈമാറിയത് മനുഷ്യ നിർമ്മിതമായ യാതൊരു സംവിധാനങ്ങളുമല്ല, പരിശുദ്ധാത്മാവാകയാൽ ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് വ്യക്തമായ പ്ലാനിങ്ങോടുകൂടെ ഈ നാളുകളിൽ കൃത്യമായ സ്പോട്ടുമായിട്ട് കണക്റ്റഡ് ആവും. രാവിലെ ആത്മാവ് ദൂത് പറയുക, ചിലരുമായിട്ട് കണക്റ്റഡ് ആകാൻ പോകുന്ന ഒരു സീസണായത്. ഇതിന്റെ വാഗ്ദത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചിലരുമായിട്ട് പരിശുദ്ധാത്മാവ് നിന്നെ കണക്റ്റഡ് ആക്കാൻ പോവാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ ദൂതിനെ എത്ര പേർ ഇന്ന് രാവിലെ പിടിക്കും? ആമേൻ. ആത്മാവ് പ്രവചിക്കുകയാണ്, നിനക്കൊരു വാഗ്ദത്തം കർത്താവ് തന്നിട്ടുണ്ട്. എന്നാൽ ആ വാഗ്ദത്വവുമായി കണക്റ്റഡ് ആയി നിൽക്കുന്ന വ്യക്തികളെ ഇതുവരെയും കാണാൻ കഴിയാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിന്റെ വാഗ്ദത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കണ്ണികളെ ഈ നാളുകളിൽ കണക്റ്റഡ് ആക്കാൻ പോവാ. നിങ്ങൾ വിശ്വസിച്ചോ? ശക്തമായി ഇതിനെ പ്രാർത്ഥിച്ച് ഇന്ന് രാവിലെ പ്രാപിച്ചെടുക്കുക. ചില കണക്ഷനുകൾ നിങ്ങളുടെ മുമ്പാകെ വെളിപ്പെടുന്ന ഒരു സീസണായത്. ആമേൻ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ. മറന്നു പോകരുത്. വാഗ്ദത്തങ്ങൾ എപ്പോഴും നിറവേറുന്നത് വാഗ്ദത്തം നൽകിയ ദൈവം ആ വാഗ്ദത്തവുമായി ബന്ധപ്പെട്ട് ചില കണക്ഷനുകൾ നിങ്ങളുടെ ലൈഫിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആമേൻ. അങ്ങനെ ചില കണക്ഷനുകളെ പരിശുദ്ധാത്മാവ് ഈ സീസൺ നിങ്ങൾക്ക് തരാൻ പോവാ. ഇതുവരെയും നിങ്ങളുടെ ലൈഫിനകത്തില്ലാത്തൊരു വേഗത ഈ സീസണിൽ സംഭവിക്കാൻ പോവാ. അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കണക്ഷനുകൾ താമസം വിന നിങ്ങളുടെ മുമ്പാകെ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചുകൊള്ളുക. ശമരിയ പട്ടണത്തിൽ അതിശക്തമായ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു ദൈവ മനുഷ്യനെ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ഒരു മരുഭൂമിയുടെ മണ്ഡലത്തിലേക്ക് മാറ്റിക്കൊണ്ടുവന്നൊരു സാഹചര്യം. ആമേൻ. ഇതിനകത്ത് ദൈവത്തിന്റെ വലിയ പദ്ധതിയും പ്ലാനും ഉണ്ട്. ഒരു കാര്യം തിരിച്ചറിയണം, ദൈവം നിന്നെ എവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ അവിടെ ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. ഈ ആയിരിക്കുന്ന ഇടം പദ്ധതിക്കകത്തുള്ള ഇടമാണെന്ന് ദൈവാത്മാവ് ദൂത് പറയുക. 2-3 പ്രാവശ്യം സംശയിക്കേണ്ട. ആത്മാവ് അതിനെ അടിവരയിട്ട് ഉറപ്പിക്കുന്നു. ഇപ്പോൾ ആയിരിക്കുന്ന മേഖല പരിശുദ്ധാത്മാവ് നിന്നെ കൃത്യമായി കൊണ്ടുവന്ന സ്പോട്ടാ. ആമേൻ. ഈ ദേശത്ത് നിന്നിലൂടെ ഒരു റിവൈവൽ സംഭവിക്കാൻ പോവാ. ഒരു വലിയ ഉണർവിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഇപ്പോൾ നീ ആയിരിക്കുന്ന ആ ദേശത്തേക്ക് നിന്നെ കൊണ്ടുവന്നിരിക്കുക. തിരിച്ചറിയുന്നവർ ഇന്ന് രാവിലെ ഈ ദൂതിനെ പിടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന്റെ പദ്ധതിക്കകത്താണ് ദൈവം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആമേൻ. ഒന്നും കർത്താവ് അറിയാതെ അല്ല കേട്ടോ. എല്ലാ പ്ലാനും പ്രൊജക്റ്റുകളും കൃത്യമാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് കൃത്യമാണ്. യാതൊരു മാറ്റവും ഇല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
നിങ്ങളെ കൊണ്ടുവന്നാക്കിയിരിക്കുന്ന സ്ഥലം ദൈവാത്മാവിന്റെ കൃത്യമായ പ്രൊജക്റ്റിനകത്തുള്ളതാണെന്ന് ഒരിക്കൽ കൂടെ ആത്മാവ് പ്രവചിക്കുകയാണ്. ഇതിനെ അടിവരയിടുന്ന പ്രവചന ശബ്ദങ്ങൾ ഇനിയും കേൾക്കും. ഒരേ പ്രവചന ശബ്ദം ഒന്നിൽ കൂടുതൽ ആളുകളിലൂടെ കേട്ടാൽ അത് ഉറപ്പിക്കാം. എന്നാൽ ഒരേ പ്രവചന ശബ്ദം ഒരേ വ്യക്തിയിലൂടെ തന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ചാലും അതിനെ ഉറപ്പിക്കാം. കാരണം 2ഉം 3ഉം പേരുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പിക്കാമെന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമേൻ. ഇതൊരു പ്രവചന പുസ്തകമാണ് ബൈബിൾ. എത്ര പേർക്കറിയാം ബൈബിൾ ഒരു പ്രവചന ഗ്രന്ഥമാണ്? ആമേൻ. എന്നോട് കർത്താവിന്റെ ആത്മാവ് ദൂത് പറയുന്നു, അക്ഷരങ്ങളിൽ നിന്ന് ആത്മമണ്ഡലത്തിലേക്ക് ദൈവം നിന്റെ ശുശ്രൂഷയെ 10 മടങ്ങാക്കി മൂർച്ചയോടുകൂടെ ഷിഫ്റ്റ് ചെയ്യപ്പെടാൻ പോവാ. റാൽബ ശമസ്യാലബ. ഈ കാലഘട്ടത്തിൽ ഒരാൾക്കും വെളിപ്പെടാത്ത ചില മർമ്മങ്ങൾ പരിശുദ്ധാത്മാവ് നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഈ സീസണിൽ വെളിപ്പെടുത്താൻ പോവാ. എത്ര പേർ വിശ്വസിക്കുന്നു കർത്താവിനെ ആക്കി വെച്ചിരിക്കുന്നത് ബൃഹത്തായൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്? ആർക്കും വെളിപ്പെടാത്ത ചിലത് ദൈവാത്മാവ് നിന്റെ മുമ്പാകെ വെളിപ്പെടുത്തും. ആമേൻ. അതിന് നീ എന്ത് ചെയ്യണം? വിശ്വസ്തയോടെ ആ ചുവടുകളെ പിൻപറ്റണം. ശമരിയ പട്ടണത്തെ ഇളക്കി മറിച്ച അതിശക്തമായ ഒരു ശുശ്രൂഷയ്ക്കനന്തരം ആളൊഴിഞ്ഞൊരിടത്തേക്ക് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഒരു സംശയവും കൂടാതെ ആ മനുഷ്യൻ ചുവട് വെക്കുകയായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ അറിഞ്ഞില്ല, ഞാൻ ചരിത്രത്തിലേക്കാണ് എന്റെ ചുവട് വെക്കുന്നതെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ തിരിച്ചറിയുക, നിന്റെ കൂടെ നിൽക്കുന്നവൻ നിന്നെ ചരിത്രത്തിലേക്ക് കരം പിടിച്ച് കയറ്റുന്നവനാണ്. ആമേൻ. കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളോ, കൂടെ നിൽക്കുന്ന കുടുംബാംഗങ്ങളോ, കൂടെ നിൽക്കുന്ന മാനുഷികമായ എല്ലാ സംവിധാനങ്ങളും ഒരു പരിധിക്കപ്പുറം നിനക്ക് വേണ്ടി കരം നീട്ടാതിരിക്കുമ്പോൾ ഇന്ന് രാവിലെ സർവശക്തനായ ദൈവം നിന്റെ മേൽ തന്റെ കരം വെച്ചിരിക്കുകയാണെന്ന് ഇന്ന് രാവിലെ തിരിച്ചറിയണം. ശമരിയ പട്ടണത്തെ ഇളക്കി മറിച്ച അതിശക്തമായൊരു ശുശ്രൂഷയ്ക്ക് അനന്തരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ശുശ്രൂഷയെ ഷിഫ്റ്റ് ചെയ്ത ചില മേജർ ഷിഫ്റ്റുകൾ ഈ സീസണിൽ സംഭവിക്കാൻ പോവാ. മേജർ ഷിഫ്റ്റുകൾ. ഇതുവരെയും ചെയ്ത ശുശ്രൂഷകളിൽ നിന്ന് വ്യത്യസ്തമായി ചില പ്രത്യേകമായ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോവുക. എന്നെ കർത്താവ് വ്യക്തമായി കാണിക്കുന്നു, വചനത്തിന്റെ കൃത്യവും വ്യക്തവുമായ ഒരു വ്യാഖ്യാനത്തിന്റെ തലത്തിലേക്ക് ദൈവം നിന്റെ ശുശ്രൂഷയെ ഷിഫ്റ്റ് ചെയ്യാൻ പോവാ. എന്നെ കർത്താവ് വ്യക്തമായി കാണിക്കുന്നു, ഇതുവരെയും ആർക്കും വെളിപ്പെടാത്ത ചില മർമ്മങ്ങൾ, ചില പൊരുളുകളെ വേർതിരിച്ച് വ്യക്തമാക്കി കൊടുക്കുന്ന തലത്തിലേക്ക് ഒരു വചന ശുശ്രൂഷകനാക്കി, ഒരു വചന ശുശ്രൂഷകയാക്കി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് നിന്ന് ചിലരെ പുറത്തെടുക്കാൻ പോവാം. ഈ പ്ലാറ്റ്ഫോം ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടതായത് കൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന ഏതൊരു അഭിഷിക്തന്റെയും അതരത്തിൽ നിന്ന് ദൈവരാജ്യത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്ന ദൂതുകൾ മാത്രമേ വെളിപ്പെടൂ. ആമേൻ. അതിനർത്ഥം കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ് ഈ അനുഗ്രഹീതമായ പ്ലാറ്റ്ഫോം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചോളുക, കർത്താവ് ഒരു മേജർ ഷിഫ്റ്റ് തരാൻ പോവുകയാണ്. ഫിലിപ്പോസിനെ ദൈവം ഒരു വരണ്ട മേഖലയിലേക്ക് അയച്ചു. ആമേൻ. നിങ്ങൾ മനസ്സിലാക്കണം, നാം നിൽക്കുന്ന മേഖലയല്ല നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്. നമ്മുടെ കൂടെ നിൽക്കുന്നവനാ നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൂടെ നിൽക്കുന്നവന്റെ പ്രത്യേകത, അവൻ ഏത് മേഖലയിലും തന്റെ കയ്യൊപ്പ് പതിപ്പിക്കുന്നവനാ. പ്രൈസ് ദി ലോർഡ്. അവന്റെ സിഗ്നേച്ചർ എവിടെയൊക്കെ പതിഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെയും അത്ഭുതകരമായിട്ടുള്ള നിലവാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ചിലരുടെ ചരിത്രം മാറി മറിയുന്ന കാഴ്ച ഞാൻ കാണുകയാണ്.
ഇതുവരെയും കഴിവില്ലെന്നും ഇതുവരെയും യാതൊരു വിധത്തിലും ഒരു ശ്രേഷ്ഠത ഇല്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരുടെ ഇടയിൽ നീ ഈ സീസണിൽ പൊങ്ങി വരാൻ പോവാ. ഓ ഷാൽബ റമാനാസിയ, ഈ ദൂതിനെ പിടിച്ചോ. ചിലരൊക്കെ ഈ സീസണിൽ വരവറിയിക്കാൻ പോവാ കേട്ടോ, വരവറിയിക്കാൻ പോവാ. കേൾവിക്കാരിൽ നിന്ന് കൃപയുടെ സന്ദേശവാഹകരായി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ലൈഫിനെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ച ഇതിനകത്തുനിന്ന് രാവിലെ ഞാൻ കാണുകയാണ്. ആമേൻ. ദൈവവചനമാകുന്ന വാളിനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് ഈ നാളുകളിൽ പൈശാചിക മണ്ഡലങ്ങളെ പരാജയപ്പെടുത്തി പൈശാചിക അടിമത്ത നുഖത്തിൽ നിന്ന് ചിലരെ റിലീസ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു മഹാനിയോഗത്തിന്റെ ഭാഗമാക്കി ചിലരെ കർത്താവ് ഇതിനകത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് ഗസയ്ക്കുള്ള നിർജ്ജന സ്ഥലത്തേക്ക് കൊണ്ടുപോയപ്പോ ആ അഭിഷിക്തൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. കാരണം തനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു, ദൈവം എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് എന്റെ മേൽ വലിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. ആമേൻ. ഈ പ്രൊജക്റ്റിന്റെ എല്ലാ സ്കെച്ചും ചെയ്തിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ആമേൻ. അവൻ വരയ്ക്കുന്നത് പോലെ വരയ്ക്കാൻ ഉലകത്തിൽ ആർക്കും സാധ്യമല്ല. അവൻ എഴുതുന്നത് പോലെ എഴുതാൻ ഉലകത്തിൽ ആർക്കും സാധ്യമല്ല. അവൻ നയിക്കുന്നത് പോലെ നയിക്കാൻ ഉലകത്തിൽ ആർക്കും സാധ്യമല്ല. ഈ സീസണിൽ നീ ഒരു വചനത്തിന്റെ വാഹകനായി, വചനത്തിന്റെ വാഹകയാക്കി പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവാ. എന്നോട് കർത്താവ് ഇങ്ങനെ ദൂത് കൈമാറാൻ പറയുന്നു, ഇതുവരെയും ദൈവത്തിന്റെ വചനം ഷെയർ ചെയ്തിട്ടില്ലാത്ത ചില വേദികൾ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് ഈ സീസൺ തുറക്കാൻ പോവാ. ഇതുവരെയും ദൂത് പറഞ്ഞിട്ടില്ലാത്ത ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവിൽ മർമ്മങ്ങളെ നീ പ്രസ്താവിക്കുന്ന, ആ ദൂത് ഒന്നുകൂടെ പിടിച്ചോ, മർമ്മങ്ങളെ പ്രസ്താവിക്കുന്ന ഒരു സീസൺ കർത്താവ് നിനക്ക് വേണ്ടി തുറക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ എത്ര പേർ കരമടിച്ച് ഈ ദൂതിനോട് പ്രതികരിക്കാൻ തയ്യാറാകും? വിളിച്ചത് ദൈവമാണെങ്കിൽ വഴിയരികിൽ ഇറക്കി വിടാനല്ല. ആമേൻ. ഈ ദൂത് ഞാൻ ഒന്നുകൂടെ പറയാം. വിളിച്ചത് ദൈവമാണെങ്കിൽ വഴിയരികിൽ ഇറക്കി വിടാനല്ല, വിഭവശേഷിയുള്ളവളാക്കി അനേകരുടെ നടുവിൽ നിന്നെ ഒരു അനുഗ്രഹ പാത്രമാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവ് നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. ഉടന ശൽബ റമസ്യാല വൈഡബാൻ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഇന്ന് രാവിലെ വലിയൊരു ചലനം ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തുടങ്ങി അല്പം കഴിഞ്ഞപ്പോ തന്നെ നെറ്റിനെ പിശാച് തകരാറിലാക്കി. ആമേൻ. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നല്ല നെറ്റ് റേഞ്ചും കിട്ടുന്നൊരിടാ, നല്ല ഹൈ വൈഫൈ ഒക്കെ ഉള്ള ഒരു നല്ലൊരു സംവിധാനം ഉള്ള ഇടത്താ നിൽക്കുന്നത്. അവിടെ പോലും അവൻ പണി തന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ മേലൊരു റേഞ്ച് ഉള്ളത് കൊണ്ടാ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ റേഞ്ചിനെ കട്ടാക്കാൻ നോക്കുന്നു. എന്നാൽ ഇന്ന് രാവിലെ തിരിച്ചറിയുക, എവിടെ നിനക്ക് മുന്നേറ്റം ഇല്ലെന്ന് പറഞ്ഞും എവിടെ നിന്നെ ശത്രു സ്റ്റക്കാക്കിയോ അതേ പട്ടണത്തിൽ ആ പട്ടണത്തിന്റെ ചരിത്രം നിന്നിലൂടെ മാറി മറിയാൻ പോവാ. ഊടന ഷൈഡബാന റിബൽ കൗഡബാസി. ഇന്ന് രാവിലെ എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ചിലരുടെ നാവിന് തീ പിടിക്കാൻ പോവാട്ടോ, നാവിന് തീ പിടിക്കാൻ പോവാ. ഇതുവരെയും വെളിപ്പെടാത്ത ചില ദൂതുകൾ നിന്റെ വായ്ക്കകത്ത് പരിശുദ്ധാത്മാവ് തുറക്കുന്നൊരു സീസൺ ആണിത്. എത്ര പേർ ഇതിനെ പിടിക്കും? ഇന്ന് രാവിലെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ, കരമടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ചിലരുടെ വായ്ക്കകത്ത് തീ പിടിക്കാൻ പോവാ. ഇതുവരെയും വെളിപ്പെട്ട ഒരു വചനത്തിന്റെ തലമല്ല, അസാധാരണമായിട്ടുള്ള മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു വായായി നിന്റെ വായ പ്രൊമോട്ടഡ് ആയി മാറാൻ പോവുകയാണെന്ന് ദൈവാത്മാവ് ഇന്ന് രാവിലെ ആലോചനയെ കൈമാറുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പോസിന് എവിടെ നിന്നാ ഈ വേഗത കിട്ടിയേ? പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടവന്റെ വേഗത ചടുല നീക്കങ്ങളോട് കൂടിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് തിരിച്ചറിയുക, പരിശുദ്ധാത്മാവ് നിറഞ്ഞവന്റെ വേഗത രഥചക്രങ്ങളെക്കാൾ വേഗതയുള്ളതായിരിക്കും.
കാരണം നിന്റെ മേൽ തന്നിരിക്കുന്ന ഒരു മഹത്തായ സന്ദേശത്തിന്റെ പ്രത്യേകത ഇത് വേഗത്തിൽ കൈമാറേണ്ട സന്ദേശമാണ്. ഇത് വേഗത്തിൽ കൈമാറേണ്ട സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ സന്ദേശവുമായി നീ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു സീസൺ ആണെന്ന് കർത്താവിന്റെ ആത്മാവ് ദൂത് കൈമാറുക. ഗസയ്ക്കുള്ള നിർജ്ജന മേഖലയിൽ ഈ ദൈവമനുഷ്യൻ ചെന്ന് നിൽക്കുമ്പോൾ പല ചോദ്യങ്ങൾ തന്റെ ഉള്ളിലുണ്ടായി. വലിയൊരു ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ആളൊഴിഞ്ഞൊരിടത്തേക്ക് ഞാൻ വന്നത് ദൈവത്തിന്റെ പദ്ധതിക്കകത്താണോ എന്ന സന്ദേഹങ്ങളൊക്കെ ശത്രു തന്റെ അകത്ത് കയറ്റാൻ നോക്കി. ഇന്ന് രാവിലെ നിങ്ങൾ തിരിച്ചറിയണം, കൺഫ്യൂഷന്റെ പിന്നിലുള്ള ആത്മാവ് പൈശാചിക ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് കൺഫ്യൂഷൻ തരുന്ന ആത്മാവല്ല. ഇന്ന് രാവിലെ ആത്മാവ് ചിലരോട് പ്രവചിക്കുന്നു, നിന്റെ കൺഫ്യൂഷനുകളെ ഈ സീസണ് ദൈവാത്മാവ് പൂർണ്ണമായി തുടച്ചു മാറ്റാൻ പോവാ. ഇനി ഉറപ്പിക്കുന്ന ഒരു സീസണായത്. കൺഫ്യൂഷൻ കൺഫഷന് വഴിമാറാൻ പോവാ. ആത്മാവ് ഒരിക്കൽ കൂടെ പ്രവചിക്കുന്നു, കൺഫ്യൂഷൻ കൺഫഷന് വഴിമാറാൻ പോവുകയാണ്. കൂട്ടത്തോടു കൂടിയ ഒരു പ്രായച്ചിത്തത്തിന്റെ, ഒരു സമർപ്പണത്തിന്റെ, ഒരു ഏറ്റുപറച്ചിലിന്റെ സീസൺ ദൈവാത്മാവ് നിങ്ങളുടെ മുമ്പാകെ തുറന്നിടുന്നെന്ന് കർത്താവിന്റെ ആത്മാവ് പ്രവചിക്കുന്നു. ഈശ്വലോ, ആളൊഴിഞ്ഞ സ്ഥലത്ത് എനിക്ക് എന്ത് ചെയ്യാനുണ്ടെന്ന് ആ മനുഷ്യൻ അടുത്ത ഒരു ചലനം കാത്ത് നിൽക്കുകയാണ്. ആമേൻ. അടുത്തൊരു ചലനം കാത്തു നിൽക്കുന്നവരുടെ മുമ്പിൽ ചലനാത്മകമായൊരു സീസൺ ദൈവാത്മാവ് തുറക്കുന്നു. ലോകം മുഴുവൻ പിടിച്ചുകുലുക്കുന്ന അതിശക്തമായൊരു ഉണർവ് പടിവാതിൽക്കൽ എത്തിയിരിക്കുക. സീസണുകളെ തിരിച്ചറിഞ്ഞവർ ഈ പകൽ കർത്താവിനെ സ്തുതിക്കട്ടെ. ഈ ഉണർവിനകത്ത്, ലോകവ്യാപകമായ ഉണർവിനകത്ത് ഹെർമോനെ കുറിച്ചും ദൈവത്തിന് സുപ്രധാനമായിട്ടുള്ള ഒരു പങ്കുണ്ടെന്ന് ഇന്ന് രാവിലെ ആത്മാവ് ദൂത് അറിയിക്കുക. പ്രൈസ് ദി ലോർഡ്. ചില വേദികളിൽ നിന്ന് മാറ്റി നിർത്തിയപ്പെട്ടതിന് പിന്നിലും ഒരു പ്രത്യേകമായ ഉണർവ് വഹിക്കാനുള്ള ഒരു നിയോഗമുണ്ടായിരുന്നെന്ന് ഇന്ന് രാവിലെ എത്ര പേർ തിരിച്ചറിയും? ചില വേദികളിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തിയതിന്റെ പിന്നിലുള്ള ഉദ്ദേശം നിങ്ങളിലൂടെ തന്നെ ഒരു ഉണർവിന് വേദി തുറക്കപ്പെടാനാണ്. നിങ്ങളിലൂടെ തന്നെ ഒരു ഉണർവിന് വേദി തുറക്കപ്പെടാനാണെന്ന് ഇന്ന് രാവിലെ ആത്മാവ് സംസാരിക്കുകയാണ്. ആമേൻ. ഗസയ്ക്കുള്ള നിർജ്ജന സ്ഥലത്ത് ആ മനുഷ്യൻ അല്പം നേരം നിന്നു. അല്പം കഴിഞ്ഞപ്പോ കണക്റ്റഡ് ആകേണ്ടവൻ എത്തിച്ചേരുക. രാവിലെ ദൂതനെ പിടിച്ചോ. കണക്റ്റഡ് ആകേണ്ട വ്യക്തികൾ നിന്റെ ലൈഫിനകത്ത് കണക്റ്റഡ് ആക്കപ്പെടുന്ന നാളുകളാ മുമ്പിലുള്ളത്. നാളിതുവരെയും ചില കണക്ഷനുകൾ തെന്നി മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ടൈമിങ് പെർഫെക്റ്റ് ടൈമിങ്ങാണ്. ശത്രു എത്ര തന്നെ പ്രതിസന്ധികൾ തീർത്താലും ദൈവത്തിന്റെ സമയം എന്ന് പറയുന്നത് കൃത്യമായ സമയമായതുകൊണ്ട്, തക്ക സമയമായതുകൊണ്ട് നിന്റെ മുമ്പാകെ ഈ സീസണിൽ തന്നെ കണക്റ്റഡ് ആകേണ്ട ചിലർ കണക്റ്റഡ് ആകും. ഞാൻ ഒരിക്കൽ കൂടെ ദൂത് പറയാം. ഇതിനകത്തിരിക്കുന്ന മുഴുവൻ ആളുകളും ദൈവവചനത്തിന്റെ സന്ദേശവാഹകരായി പരിശുദ്ധാത്മാവിൽ നിയമിക്കപ്പെട്ടവരായതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുമായി കണക്റ്റഡ് ആക്കുന്ന വ്യക്തികളും വചനത്തോട് വലിച്ചടിപ്പിക്കപ്പെടുന്ന മനോഭാവമുള്ളവരായിരിക്കുമെന്ന് ഇന്ന് രാവിലെ ആത്മാവ് ദൂത് കൈമാറുക. കാരണം ഒരു കാരണവശാലും തെറ്റായ റിലേഷൻഷിപ്പുകൾ ദൈവാത്മാവ് അനുവദിക്കില്ല. കാരണം തെറ്റായുള്ള റിലേഷൻഷിപ്പുകൾ നിന്റെ ജീവിതത്തിനകത്ത് വന്നാൽ ദൈവവുമായുള്ള നിന്റെ റിലേഷൻഷിപ്പ് നഷ്ടമാവും. ഇന്ന് രാവിലെ ഒരു ദൂത് ഞാൻ കൈമാറുക. റിലേഷൻഷിപ്പാണ് റിസറക്ഷനിലേക്ക് നയിക്കുന്നത്. ഈ ദൂത് എത്ര പേർ പഠിക്കും? റിലേഷൻഷിപ്പാണ് റിസറക്ഷനിലേക്ക് വഴി മാറ്റുന്നത്. ദൈവവുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ടോ, നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സുനിശ്ചിതമാണ്. ആമേൻ. പട്ടണങ്ങളെ ചലിപ്പിച്ച, കൂട്ടത്തോടെ പൈശാചിക ആത്മാക്കളെ പുറത്താക്കിയ, രോഗികളെ സൗഖ്യമാക്കിയ, ഒരു പട്ടണത്തിന് മുമ്പിൽ ആഭിചാരത്തിന്റെ മേഖലകളെ തകർത്ത
ഒരു മനുഷ്യൻ ഇതാ ആളൊഴിഞ്ഞ ഇടത്ത് വന്ന് നിൽക്കുക. ഇതൊരു വലിയ പദ്ധതി ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഈ ദൂത് കയറി വരില്ല. ഇത് ശക്തമായി ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഈ ദൂതിനെ നിങ്ങൾ പിടിച്ചോളുക. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങളുടെ ലൈഫിനെ സ്വാധീനിക്കുന്ന അസാധാരണമായ വഴിത്തിരിവ് സംഭവിക്കാൻ പോവാ. നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യപ്പെടേണ്ട വ്യക്തി നിങ്ങളുടെ ലൈഫുമായിട്ട് ഈ സീസണിൽ തന്നെ കൂട്ടിമുട്ടുമെന്ന് ദൈവാത്മാവിനോട് ആലോചന പറയുന്നു. ഇന്ന് രാവിലെ ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടായി ആത്മാവ് പറയുക, നിങ്ങളുടെ ലൈഫിനകത്ത് ഏത് മേഖലകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ അടുത്തൊരു ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ എങ്ങനെയുള്ള ഒരു കണക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അങ്ങനെയുള്ള വ്യക്തിയെ നിങ്ങളുടെ ഹൃദയത്തിന് ഇണങ്ങുന്ന, നിങ്ങളുടെ ആത്മമണ്ഡലത്തെ ഒന്നും കൂടെ ജ്വലിപ്പിക്കുന്ന, നിങ്ങളുടെ ഇപ്പോഴുള്ള ലൈഫിനെ ഒന്നും കൂടെ പ്രൊമോട്ട് ചെയ്യുന്ന നല്ല ഒരു റിലേഷൻഷിപ്പ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഈ സീസൺ തുറക്കാൻ പോവാ. ആമേൻ. ഇതിനകത്തിരിക്കുന്ന ചില ആളുകൾ പുഞ്ചിരിക്കുന്ന മുഖവുമായി സാക്ഷ്യം പറയുന്നത് ഞാൻ കാണുന്നു. ആമേൻ. ഒറ്റയ്ക്ക് നിൽക്കുന്ന ചിലരുടെ ലൈഫിനകത്ത് ദൈവം അത്ഭുതകരമായ കൂട്ടാളികളെ കണക്ട് ചെയ്യാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ലൈഫിനകത്താകട്ടെ, നിങ്ങളുടെ മിനിസ്ട്രിക്കകത്താകട്ടെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്താകട്ടെ, നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങൾക്കകത്താകട്ടെ, നിങ്ങളെ ഏറ്റവും ശക്തവും വ്യക്തവുമായ നിലയിൽ നിങ്ങളെ പണിതെടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ചില കണക്ഷനുകൾ ദൈവാത്മാവ് നിങ്ങളുടെ മുമ്പാകെ തുറക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രാർത്ഥിച്ചോളുക. നാം സേവിക്കുന്ന ദൈവം നമ്മെ ചേർത്ത് പിടിക്കുന്ന സ്വഭാവമുള്ളവനാണ്. നമ്മെ ചേർത്ത് പിടിച്ച് ആദരിക്കുന്നവനാണ്. നമ്മുടെ ഹൃദയ സ്പന്ദനങ്ങളെ നന്നായി തിരിച്ചറിയുന്ന നല്ലൊരു സ്നേഹിതനാണ് നമ്മുടെ ചാരയുള്ളത്, നമ്മുടെ കരം പിടിച്ചിരിക്കുന്നത് നിന്ന് രാവിലെ നിങ്ങൾ തിരിച്ചറിയണം. ആമേൻ. കൂടെയുള്ളവന്റെ എസൻസ് അറിയുമ്പോഴാ ഈ ചലനം ആരംഭിക്കുന്നു കേട്ടോ. ആമേൻ. ഞാൻ ഇന്നലെ രാവിലെ അനുഗ്രഹീതമായൊരു സഭയ്ക്കകത്ത് ദൂത് എടുത്തോണ്ടിരിക്കുമ്പോ പരിശുദ്ധാത്മാവിലൊരു ദൂത് കൈമാറി. 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്നിട്ടും യേശുവിന്റെ ഗുണമോ യേശുവിന്റെ മണമോ ഇല്ലാത്ത 12 ശിഷ്യന്മാർ. വാസ്തവത്തിൽ ഇതൊരു ദുരന്തമായിരുന്നു. എന്നാൽ അവരുടെ ദുരന്തത്തിന്റെ സീസൺ തിരിക്കുന്ന ഒരു വ്യക്തി അവരുടെ ലൈഫിനകത്ത് വെളിപ്പെട്ടു വന്നു. ആ വ്യക്തിയുടെ പേരാണ് സമാനതകളില്ലാത്ത സകല നാമത്തിനും മീതെയുള്ള നാമമായ പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ഈ പ്ലാറ്റ്ഫോമിനെ നയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കരത്തെ ഇന്ന് രാവിലെ കണ്ടുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ പ്ലാറ്റ്ഫോമിനെ നേരിട്ട് പരിശുദ്ധാത്മാവ് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ആത്മക്കണ്ണുകൊണ്ട് നേരിട്ട് കാണുകയാണ്. അതിനർത്ഥം ഇതിനകത്ത് ഇന്ന് രാവിലെ സംബന്ധിച്ചിരിക്കുന്നവരും ഇനി സംബന്ധിക്കാനിരിക്കുന്നവരും ഈ പ്ലാറ്റ്ഫോമുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന മുഴുവൻ പേരുടെയും ലൈഫ് സെക്യൂർ ആണെന്നുള്ളത് തന്നെയാണ്. ആമേൻ. വലിയൊരു സെക്യൂരിറ്റി ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് തരികയാണ്. കാരണം ദൈവത്തിന്റെ കരങ്ങളുടെ നേരിട്ടുള്ള ഗൈഡൻസിനകത്താണ് നീ ആയിരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാവിലെ എനിക്ക് ആരുമില്ലെന്നും എൻ്റെ കൂടെ ആരുമില്ലെന്നും എനിക്ക് കൈത്താങ് നൽകാൻ ആരുമില്ലെന്നും എൻ്റെ വേദനകളിൽ എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലെന്നും എൻ്റെ വാക്കുകൾ കേൾക്കാൻ മറ്റൊരാളില്ലെന്നും എൻ്റെ ഹൃദയത്തിന്റെ നിലയനുസരിച്ച് എന്നെ മനസ്സിലാക്കുന്ന വേറൊരാളില്ലെന്നും കരുതി ഇന്ന് രാവിലെ ഭാരപ്പെടണ്ട. നിന്റെ ഹൃദയത്തിന്റെ നിലവുകളെ നിന്നെക്കാൾ നന്നായി അറിയുന്ന ഒരുവൻ ഇന്ന് പകൽ ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഉലാവുന്ന കാഴ്ച ഞാൻ കാണുകയാണ്. അനുഗ്രഹീതനായ ഗായകൻ, ദൈവത്തിന്റെ അഗ്നി നാവുള്ളവൻ ആയ ഒരഭിഷിക്തൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാർ അവറുകളുടെ വളരെ പ്രസിദ്ധമായൊരു ഗാനത്തിന്റെ ഈരടികൾ ഇത്തരണത്തിൽ എൻ്റെ മനോമണ്ഡലത്തിലേക്ക് കയറി വരികയാണ്. ഈരടികൾ ഇങ്ങനെയാണ്: പ്രാണനേക്കാൾ ഏറ്റവും അരികിലുള്ള സഹയാത്രികനായ ദൈവം. ആമേൻ. ഈ സഹയാത്രികൻ എന്നുള്ള പദം ഞാൻ അതിന് കൂടെ ചേർത്തതാ. കാരണം നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരുവൻ ഉണ്ടെന്നുള്ള ഉറപ്പ് നിങ്ങളുടെ അകത്ത് കയറിയാലേ നിങ്ങൾ ശക്തരാകും. ആമേൻ. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ അപ്പോസ്തലനായ പൗലോസ്
ഇങ്ങനെ രേഖപ്പെടുത്തി 4:13 എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ഏതൊക്കെ നിലകളിലാണ് ശക്തീകരിച്ചത്? സമൃദ്ധിയുടെ മണ്ഡലങ്ങളിൽ, ഇല്ലായ്മയുടെ മണ്ഡലങ്ങളിൽ, നഷ്ടത്തിന്റെ കണക്കുകളുടെ ഇടയിൽ, നേട്ടങ്ങളുടെ കൂമ്പാരങ്ങളുടെ മധ്യത്തിലും, ഏത് സാഹചര്യത്തിലും എന്റെയും നിങ്ങളുടെയും കൂടെ തോളോട് തോൾ ചേർന്ന് നടക്കുന്നൊരു സഹയാത്രികനുണ്ടെന്നുള്ള തിരിച്ചറിവ് ഇന്ന് രാവിലെ വെളിപ്പെട്ട് വന്നാൽ ഒരു ശക്തിക്കും നിന്നെ സ്പർശിക്കാൻ കഴിയില്ല. അമ്മേ, ഈ സീസണിൽ നീ ചിലരുടെ കൈ പിടിച്ച് പുറത്തു വരാൻ പോവാ കേട്ടോ. എന്നോട് കർത്താവിന്റെ ആത്മാവ് ദൂത് പറയുന്നു, ഇന്ന് ഒറ്റയ്ക്കെന്ന് കരുതി ഇതിനകത്ത് നിൽക്കുന്ന ചിലര്, വളരെ ശക്തമായിട്ട് ദൈവാത്മാവ് എന്നോട് ദൂത് പറയുക, ഒറ്റയ്ക്ക് നിൽക്കുന്ന ചിലർ, ഒരു കൂട്ടാളിക്ക് വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്ന ചിലരുടെ കൈ പിടിക്കാൻ ചിലർ നിങ്ങളുടെ ലൈഫിനകത്ത് വരിക. ആമേൻ. നിങ്ങളുടെ സീസൺ തിരിയാൻ പോവാ കേട്ടോ. ഇതിനകത്ത് ഈ ഹെർമോൻ മൗണ്ട് എന്ന ഈ അനുഗ്രഹീതമായ ഈ സൂം പ്ലാറ്റ്ഫോമിനകത്ത് ഒരു കള്ളപ്രവാചകനും കയറാൻ പറ്റില്ല. കാരണം ഇതിനെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാ. ആമേൻ. ഷാൽബറാറ്റിയ. ഈ കള്ളം വരുന്നത് പുറകിലെ വാതിലൂടെയാ കേട്ടോ. ഇപ്പൊ ഈ ഇടകാലത്ത് വെച്ചിട്ട് പുറകിലെ വാതിലും കൂടെ ആളുകള് ടൈറ്റാക്കാൻ തുടങ്ങി. കാരണം അവർക്ക് മനസ്സിലായി ഇപ്പൊ തസ്കരം പുറകുവാതിൽ വഴിയാ. പക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തിരുവെഴുത്ത് എഴുതി വെച്ചിരിക്കുകയാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ, കള്ളൻ പുറകു വഴിയായി കയറുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അകത്ത് വചന വൈപരീത്യം അല്ലെങ്കിൽ വിരുദ്ധ ഉപദേശം, പാഷാണ്ഡ ഉപദേശത്തെ കലക്കി തന്ന് നിങ്ങളെ നശിപ്പിക്കാൻ ചിലര് രംഗപ്രവേശനം ചെയ്യും. ഇത് അറിയുന്നത് കൊണ്ട് കർത്താവ് എന്ത് ചെയ്തിരിക്കുക? ദൈവം തന്നെ നേരിട്ട് ഈ പ്ലാറ്റ്ഫോമിന്റെ സുരക്ഷിതത്വം ഏറ്റെടുത്തിരിക്കുക. ആമേൻ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇന്ന് രാവിലെ ദൈവവചനത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ലൈഫ് ഇതുവരെയും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത സുരക്ഷാ സംവിധാനങ്ങളാൽ പരിശുദ്ധാത്മാവ് അലങ്കരിക്കാൻ പോവാ. ആമേൻ. ഈ സീസൺ ചിലരുടെ ലൈഫിന്റെ വഴിത്തിരിവിന്റെ സീസൺ ആയിരിക്കും കേട്ടോ. ഈ സീസൺ നിങ്ങളുടെ ലൈഫിനെ കർത്താവ് സെക്യൂർ ആക്കാൻ പോവാ. ഇതുവരെയും നിങ്ങളുടെ ലൈഫിനകത്ത് ആത്മീയമായി നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ ഇതുവരെയും ഇല്ലാതിരുന്ന ചിലർ നിങ്ങളുടെ ലൈഫിനകത്ത് വരാൻ പോവാ. ആമേൻ. അത് ഉറച്ച് നിങ്ങൾ വിശ്വസിക്കണം. യെരുശലേം ദേവാലയത്തിൽ ചെന്നൊരു മനുഷ്യൻ മുറ്റത്ത് നിന്ന്, അതിന്റെ പുറത്ത് നിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കൊരു കാര്യം അറിയോ? നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ദേശത്ത് ഈ ആരാധന വലയത്തിനകത്ത് കയറാൻ കഴിയാതെ ദൂരസ്ഥന്മാരായി നിൽക്കുന്ന ചിലരുണ്ട്. അവരെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പിതാവായ ദൈവത്തോട് സമീപസ്ഥരാക്കി തീർക്കാനുള്ള ഒരു നിയോഗം നിങ്ങൾക്കുള്ളത്. ആ നിയോഗത്തിന് കരുത്ത് പകരാൻ, ആ നിയോഗവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന ചിലരെ ദൈവം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരും. ഇതൊരു വലിയ ഗ്ലോറിയസ് പ്രോമിസാ കേട്ടോ. ഇതിങ്ങനെയൊന്നും, ഈ പ്രതികരണം ഇങ്ങനെയൊന്നും അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ദൂതിന് നിങ്ങൾ നിർത്താതെ കർത്താവിന്റെ സന്നിധി സ്തോത്രം ചെയ്യണം. നിങ്ങൾക്കറിയോ, ഒരു മനുഷ്യന്റെ ലൈഫിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ചേർച്ചയില്ലാത്തത് ചേരുന്ന. ഈ ചേർച്ചയില്ലാത്തത് ചേരുമ്പോ ജീവിതം ദുരന്ത ഭൂമിയായി മാറും. എന്നാൽ ചേരേണ്ടത് ചേർന്ന് കഴിഞ്ഞാൽ നീ ഈ ഭൂമിയിൽ വിസ്മയങ്ങൾ തീർക്കും. അങ്ങനെ നീ വസിക്കുന്ന ഈ ഭൂമണ്ഡലത്തിൽ പരിശുദ്ധാത്മാവ് നിന്നിലൂടെ തന്റെ കയ്യൊപ്പ് പതിപ്പിക്കുന്ന ഒരു സീസൺ തുറക്കുന്നതായിട്ട് ഞാൻ ആത്മമണ്ഡലത്തിൽ കാണുക. ചിലർക്ക് കൂട്ടത്തോടെ താക്കോലുകളുടെ കൈമാറ്റം ഇതിനകത്ത് നടക്കുന്നു കേട്ടോ. കൂട്ടത്തോടെ താക്കോലുകൾ പരിശുദ്ധാത്മാവ് കൈമാറുക. ഇന്ന് രാവിലെ ദൈവമേ, എന്റെ വിശ്വാസത്തിന്റെ മേഖല ഒന്നും കൂടി നീ ഉയർത്തിയെങ്കിൽ നന്നായിരുന്നെന്ന് പ്രാർത്ഥനയോടെ ഇതിനകത്ത് ഇന്ന് രാവിലെ വന്ന ചിലരോട് ആത്മാവ് പറയുന്നു, നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് അതിശക്തമായ വിശ്വാസത്തിന്റെ ഒരു താക്കോൽ കൈമാറാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ സീസൺ കണക്ഷന്റെ സീസൺ ആട്ടോ. നിങ്ങൾ എഴുതി വെച്ചോ, എഴുതി വെച്ച് പ്രാർത്ഥിച്ചോ. ഈ സീസൺ കണക്ഷന്റെ സീസണാ. കണക്ഷൻ കൃത്യം അല്ലെങ്കിൽ
ചിത്രം തെളിയില്ല. മനസ്സിലായോ? ആമേൻ. ഫിലിപ്പോസിന് കൃത്യമായിട്ട് ദൂത് കിട്ടി. ഈ ദൂത് എങ്ങനെ കിട്ടി? ദൈവവുമായിട്ടുള്ള അഭേദ്യമായ കണക്ഷൻ. ഈ കണക്ഷൻ നിന്ന് കൃത്യമായിട്ട് ദൂത് കൈമാറ്റപ്പെടുന്നത്. ഇതിനകത്ത് ചിലരോട് വ്യക്തിപരമായി ദൈവാത്മാവ് സംസാരിക്കും. ഞാൻ പറഞ്ഞത് സൂമിലൂടെ അഭിഷിക്തന്മാര് ദൂത് പറയുന്ന കാര്യമല്ല. വ്യക്തിപരമായി നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ശബ്ദങ്ങൾ നിങ്ങൾ ഈ സീസൺ കേൾക്കാൻ പോവാ. ഇതുവരെയും കേട്ടത് പരിഹാസത്തിന്റെയും നിന്ദയുടെയും താഴ്ത്തിക്കെട്ടുന്നതുമായ ശബ്ദങ്ങളായിരുന്നെങ്കിൽ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പ്രൊമോഷന്റെയും പ്രചോദനത്തിന്റെയും പ്രോത്സാഹനത്തിന്റെയും വാക്കുകളായിരിക്കുമെന്ന് ദൈവാത്മാവ് അടിവരയിട്ട് ഇന്ന് രാവിലെ പ്രസ്താവിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്നിട്ട് ക്രിസ്തുവിന്റെ മണവും ക്രിസ്തുവിന്റെ ആ നിലവാരവും ഇല്ലാത്ത ഒരു കൂട്ടം ശിഷ്യന്മാർ, ഇവരെ ഓർത്ത് കർത്താവിന് വലിയ വേദന ഉണ്ടായിരുന്നു. കാരണം ഗുരു അവരെ കൂടെ കൂട്ടിയത് ഒതുക്കാനല്ല. ഇന്ന് രാവിലെ ഒരു ദൂത് പറയാം, നിന്റെ കൂടെ നിൽക്കുന്ന മനുഷ്യർ നിന്നെ ഒതുക്കും, എന്നാൽ നിന്റെ കൂടെ നിൽക്കുന്ന കർത്താവ് നിന്നെ ഉയർത്താൻ അവൻ നിന്റെ കരം പിടിച്ചിരിക്കുക. ഈ സീസണ് ചിലത് തഴയ്ക്കാൻ പോവാ കേട്ടോ. തീർന്നെന്നും ഇനി ഒരു സാധ്യതയില്ലെന്നും പറഞ്ഞ് എഴുതി തള്ളിയ ചിലത് ഈ സീസണിൽ പുതിയ നാമ്പോടുകൂടെ പൊട്ടിക്കിളിർക്കുന്ന ഒരു കാഴ്ച ഞാൻ ആത്മാവിൽ കാണുക. ആമേൻ. പ്രത്യക്ഷമായി ചില കൃപാവരങ്ങൾ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലർക്ക് തരാൻ പോവാ കേട്ടോ. കാരണം നിങ്ങളെ വിളിച്ചത് ഒരു സഭയ്ക്ക് വേണ്ടിയാ. നിങ്ങളെ കർത്താവ് വിളിച്ചത് ബൃഹത്തായ ഒരു സഭയ്ക്ക് അടിസ്ഥാനം ഇടാനാ. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനത്തിന്റെ സംരക്ഷകരായി, വിശ്വാസത്തിന്റെ വക്താക്കളാക്കി, വിശ്വാസ വചനത്തിന്റെ കാവൽ ഭടന്മാരാക്കി പരിശുദ്ധാത്മാവ് നിങ്ങളെ നിയമിച്ചിരിക്കുക. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കൊരു വലിയ കർത്തവ്യമുണ്ട്. ദൈവത്തിന്റെ വചനത്തെ കൃത്യമായും വ്യക്തമായും ജനഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് പരിശുദ്ധാത്മാവ് ഈ പരിശീലന കളരിയെ ഒരുക്കിക്കൊണ്ടിരിക്കുക. കർത്താവിന്റെ അഭിഷിക്തൻ എന്നെ ഇന്ന് രാവിലെ വിളിച്ചപ്പോഴും ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന ദേശത്തല്ല ഉള്ളത്, മറ്റൊരിടത്ത് ഒരു ദൂതുമായി കണക്റ്റഡ് ആയി മറ്റൊരിടത്താണ് ഞാനിപ്പോൾ ഉള്ളത്. എന്നാലും അഭിഷിക്തൻ വിളിച്ചപ്പോ ആ ദൈവാത്മാവിന്റെ കൃത്യമായിട്ടുള്ള ആലോചന ഏറ്റെടുത്ത് ഇന്ന് രാവിലെ ഈ പ്ലാറ്റ്ഫോമിനകത്ത് കയറാൻ ഒരു കാരണമുണ്ട്. ഇതര പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ പലപ്പോഴും പറഞ്ഞത് എടുത്തു പറയുക, ഈ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത ഇതൊരു പരിശീലന കളരിയാ. ഈ പ്ലാറ്റ്ഫോം മുഖസ്തുതി പറയുന്ന ഇടമല്ല. ഈ പ്ലാറ്റ്ഫോം വ്യക്തിപ്രഭാവങ്ങളുടെ അധ്യായങ്ങൾ തുറക്കുന്ന ഇടമൊന്നുമല്ല. ഇത് ഒറ്റ വ്യക്തിയുടെ മാഹാത്മ്യം വെളിപ്പെടുത്തുന്ന ഇടമാണ്. ഇത് കർത്താവായ യേശു ക്രിസ്തു എന്ന ഉന്നതനും ഉത്കൃഷ്ടനുമായവന്റെ നാമത്തെ പ്രസ്താവിക്കുന്ന ഒരു വേദി ആയതുകൊണ്ട് ഇതിനകത്ത് അവസരം കിട്ടുന്നത് ഏറ്റവും വലിയൊരു പദവിയായിട്ട് ഞാൻ കാണുകയാണ്. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് ഈ സന്ദേശത്തെ ശ്രവിക്കുന്ന നിങ്ങളും ഇതൊരു വലിയ പദവിയായിട്ട് ഇന്ന് രാവിലെ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വസ്തതയാണ് വാഗ്ദത്തത്തിലേക്കുള്ള വാതിൽ. 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്നിട്ടും യേശുവിന്റെ ഗുണവും ഇല്ല, മണവും ഇല്ല. പ്രസിദ്ധമായൊരു പഴഞ്ചൊല്ലിന്റെ വരി ഞാൻ ഓർക്കുകയാ, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കണം. പക്ഷെ ഇന്ന് മണവും ഇല്ല, ഗുണവും ഇല്ല. അതിനർത്ഥം എന്താ? ചന്ദനം അല്ല ചാരി നിൽക്കുന്നേ, കാട്ടുമരത്തെയാ. ഇന്ന് രാവിലെ ആത്മാവ് ദൂത് പറയുക, ക്രിസ്തു യേശു എന്ന സൗരഭ്യത്തെ ലോകത്തിന് കൊടുക്കാൻ ദൈവം നിങ്ങളെ ഇതിനകത്തുനിന്ന് പുറത്തെടുക്കുക. ഇതിനകത്ത് ചിലര് ലോകരാജ്യങ്ങളെ പിടിക്കും കേട്ടോ. നിങ്ങളെക്കുറിച്ച് തന്നെ സംശയിക്കേണ്ട. പരിശുദ്ധാത്മാവിന് നിങ്ങളെക്കുറിച്ച് ഒരു സംശയവും ഇല്ല. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എന്തിനാ സംശയം? ആ സംശയത്തിന്റെ
പിന്നിലുള്ള ശക്തി പിശാച. ആമേൻ. പൈശാചിക ശക്തി നിന്റെ അകത്ത് സംശയം കൊണ്ടുവരും. കാരണം നിന്റെ വാഗ്ദത്തം നിറവേറില്ലെന്ന് പലവട്ടവും പറയും. എന്നാൽ ഇന്ന് രാവിലെ തിരിച്ചറിയുക, എന്റെ വാഗ്ദത്തങ്ങൾ എന്റെ ദൈവത്തിന്റെ രാജ്യവുമായി കണക്റ്റഡ് ആയതുകൊണ്ട് അത് നിറവേറ്റാൻ എന്റെ ദൈവം ശക്തനാണ്. ഇന്ന് രാവിലെ ഒരു ദൂത് ഇതിനകത്ത് റിലീസാക്കുക പരിശുദ്ധാത്മാവ്. ആ ദൂത് ഇതാണ്: ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇതിനെതിരെ ഇരുട്ടിന്റെ ശക്തികൾ എത്രമാത്രം യുദ്ധം ചെയ്താലും പരാജിതരായി മാറുമെന്നുള്ള ഒരു ദൂത് ഇത്തരണത്തിൽ കൈമാറുക. യേശുവിന്റെ കൂടെ 3.5 വർഷം അവരെ കർത്താവ് കൊണ്ടു നടന്നത് തികഞ്ഞ പോരാളികളാക്കി പുറത്തെടുക്കാനായിരുന്നു. എന്നാൽ 3.5 വർഷങ്ങളിൽ അവർക്ക് ചലിക്കാൻ പറ്റിയില്ല. കർത്താവിന് മനസ്സിലായി, ചലിക്കേണ്ടവൻ വന്നാലേ ഇവർ ചലിക്കുള്ളൂ. ഇതിനകത്ത് ദൂത് പറയുക, 3.5 വർഷം കൊണ്ട് ചലിക്കാത്ത ചിലത് ഈ സീസൺ തൊട്ട് ചലിച്ചു തുടങ്ങുന്ന കാഴ്ച ഞാൻ കാണുക. നിന്റെ പ്രസംഗത്തിന്റെ വേദികൾ മാറാൻ പോവാ കേട്ടോ. ആയിരങ്ങളുടെ നടുവിൽ പരിശുദ്ധാത്മാവ് ഈ പ്ലാറ്റ്ഫോമിനെ നിർത്തുന്ന ഒരു സീസൺ ദൈവാത്മാവ് എന്നെ ആത്മക്കണ്ണാൽ കാണിക്കുകയാണ്. ആമേൻ. 3.5 വർഷം യേശുവിന്റെ കൂടെ ആഗ്രഹിച്ച നിലവാരത്തിൽ ഞാൻ നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു കണക്ഷൻ തരാൻ പോവാ. ആ കണക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിന് ഇതുവരെ ഇല്ലാത്ത വേഗത്തിൽ തീ പിടിക്കും. 10 ദിവസം ഉറ്റ സ്നേഹിതനായ മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് ഒരു മനസ്സോടെ ഏകഭാവത്തോടെ ഐക്യമത്യപ്പെട്ട് പല ശരീരങ്ങൾ ഒരൊറ്റ ഹൃദയമായി, അതൊന്നുകൂടെ പറയാം, പല ശരീരങ്ങൾ ഒരൊറ്റ ഹൃദയമായി ഒന്നിച്ചു നിന്നപ്പോൾ അവരുടെ ലൈഫിനകത്ത് വരേണ്ടവൻ വന്നു. ലൈഫിനകത്ത് വരേണ്ടവൻ വന്നപ്പോ അതുവരെ ഇല്ലാത്ത വേഗതയുണ്ടായി. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുക. ഇതുവരെ ഇല്ലാത്ത വേഗത നിനക്ക് ഈ സീസണിൽ വരാൻ പോവാ. ഇതിനകത്ത് ചിലരുടെ വായ കർത്താവ് ഷിഫ്റ്റ് ചെയ്യാൻ പോവാ. 120 പേർ മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് കയറി 10 ദിവസം പ്രാർത്ഥനയിലായിരുന്നപ്പോ, ഉപവാസ പ്രാർത്ഥനയാ. ഈ ഉപവാസ പ്രാർത്ഥന വലിയ ചലനാത്മകമായ ആദരങ്ങളെ തുറക്കാൻ പോവാ കേട്ടോ. ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ആദരങ്ങളുടെ, നിങ്ങളുടെ വായുടെ ലെവല് മാറാൻ പോവാ. ചിലർ പ്രവചിക്കും ഈ സീസണിൽ തന്നെ. ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകൾ ഉപസംഹരിപ്പാനായി ആഗ്രഹിക്കുന്നു. 120 പേരടങ്ങുന്ന സംഘത്തിന്റെ ഇടയിലേക്ക് ഒരുവൻ വെളിപ്പെട്ടു. അവനാണ് പരിശുദ്ധാത്മാ. എന്നൊരൊറ്റ ദൂത് മാത്രം പറഞ്ഞു നിർത്തുക. ആ ദൂത് ഇതാണ്. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: വലിയൊരു മുഴക്കം അവർ ഇരുന്ന വീട്ടിലുണ്ടായി. നീ ഇരുന്ന വീട് ചരിത്രമാകാൻ പോവാ കേട്ടോ. നീ ഇപ്പൊ ഇരിക്കുന്ന വീട് ചരിത്രമാകാൻ പോവാ. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ലൈവായിട്ട് ഇറങ്ങുന്നത് നീ കാണും. അസാധാരണ ദൈവപ്രവൃത്തി നീ ഇപ്പൊ ഇരിക്കുന്ന വീടിനകത്ത് സംഭവിക്കാൻ പോവാ. ഈ ദൂതനെ പിടിച്ചോ. ഇത് അതിശക്തമായൊരു ദൂതാ. വലിയൊരു മുഴക്കം ഉണ്ടായി. പരിശുദ്ധാത്മാവ് അതിനകത്ത് വെളിപ്പെട്ടു വന്നു. ഈ പരിശുദ്ധാത്മാവ് വെളിപ്പെടുമ്പോ അത് അസാധാരണമായിട്ടുള്ളൊരു സീസണിനെ തുറക്കുക കേട്ടോ. സാധാരണ സന്ദർശനമല്ല, രാജാതി രാജാവിന്റെ ഗ്ലോറിയസ് എൻട്രിയാണ് അവിടെ കണ്ടത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അഗ്നി നാവുകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പിളർന്നിരിക്കുന്ന നാവുകൾ എന്ന് പ്രത്യേകം എഴുതാൻ കാരണമുണ്ട്. അതുവരെയും അവരുടെ വായ സാധാരണ മനുഷ്യരുടെ വായായിരുന്നു. സാധാരണ മനുഷ്യരുടെ വായ്ക്ക് ചലനങ്ങൾ സൃഷ്ടിക്കാൻ പറ്റില്ലെന്ന് ദൈവാത്മാവിനെ അറിയുന്നത് കൊണ്ട് അവരുടെ നാവിനെ പരിശുദ്ധാത്മാവ് ഗോൾഡൻ ടങ് ആക്കി മാറ്റി. രാവിലകത്ത് ആത്മാവ് ദൂത് പറയുന്നു, നിന്റെ നാവ് യഹോവയുടെ നാവായി മാറാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. 10 ദിവസത്തെ പ്രാർത്ഥനയിൽ നിന്ന് അപ്പോസ്തലനായ പത്രോസിന്റെ വായ്ക്കകത്ത് നിന്ന്
പിറുപിറുപ്പും പരാതിയും പ്രാക്കും മാറിയപ്പോ ഒരു പുതിയ നാവ് വെളിപ്പെട്ടു. പുതിയ നാവ് വെളിപ്പെട്ടപ്പോ 3.5 വർഷം കൂടെ നടന്നിട്ടും ഒരാളെയും പിടിക്കാൻ കഴിയാതിരുന്നവൻ ഒറ്റ പ്രഭാഷണത്തിൽ 3000 പേരെ പുറത്തു കൊണ്ടുവന്നു. രാവിലെ ആത്മാവ് ദൂത് പറയുക, ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നിന്റെ നാവിന്റെ അടുത്ത ഒരു ലെവലിലേക്ക്, നിന്റെ നാവിനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഉപവാസ പ്രാർത്ഥനയാണെന്ന് ഇത്തരണത്തിൽ ആത്മാവ് ദൂത് പറയുന്നു. ഈ സീസണിൽ ഒന്നല്ല, നിരവധി ആളുകളെ, വലിയൊരു കൂട്ടത്തെ പരിശുദ്ധാത്മാവിൽ വാർത്തെടുത്ത് പുറത്തു കൊണ്ടുവന്ന് ദൈവരാജ്യത്തിന് വേണ്ടി സുശക്തമായ നിലകളിൽ നിലകൊള്ളുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഇടയാക്കും. അതിനായി ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്രകാരം മഹനീയമായ ഒരു അവസരത്തെ തന്ന കർത്താവിന്റെ ശ്രേഷ്ഠ അഭിഷിക്തൻ അപ്പോസ്തലൻ ജോസി ഡാനിയൽ അവറുകളോടും ഈ സമയം അത്രയും ഈ ശബ്ദപരിധിക്കുള്ളിൽ ഈ സന്ദേശത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുകയും പരിശുദ്ധ ത്രിയേക ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്ത എൻ്റെ സഹൃദയരോടുള്ള എൻ്റെ നിസീമമായ കൃതജ്ഞതയും ഇത്തരണത്തിൽ വാക്കുകളാൽ പ്രകാശിപ്പിച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആദരാദ്യനും അന്ത്യനുമേ ദിവ്യത്വത്തിനുറവിടമേ, അവനാദ്യനും അന്ത്യനുമേ ദിവ്യസ്നേഹത്തിനുറവിടമേ, 10,000 അതിശ്രേഷ്ഠനവൻ സുധിനാവന്യനാം നായകൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഒരുമിച്ച് ചേർന്ന് ആമേൻ ഹല്ലേലൂയ ഒരു ചരണം പാടി നമുക്ക് ആമേൻ പ്രാർത്ഥനയിലേക്ക് കടന്നു പോകാം. യേശു എനിക്ക് നല്ലവൻ, അവനെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്ക് നല്ലവൻ, എന്നും മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവനാദ്യനും അന്ത്യനുമേ നിന്റെ സ്നേഹമേ, അവനാദ്യൻ അന്ത്യനുമേ നിന്റെ സ്നേഹത്തിനുറവിടമേ. 10,000 അതിശ്രേഷ്ഠനവൻ സുത്യനായകൻ. 10,000 അതിശ്രേഷ്ഠനവൻ സുത്യനാവന്യനാം നായകൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ അവൻ മതിയായവൻ. ആപത്തിൽ വൻ പ്രയാസം മനമേ അവൻ മതിയായവൻ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോ ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോ ഞാൻ അവനിടം പറന്നുയരും. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ.
എന്റെ യേശുവനെ നല്ലവൻ, അവനെന്നും എന്നും മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ഓ ശബരം ധനവന്തന വേദകരക്ഷകലം ധനവേദേ രഗതകരം ശകലം ദേരഗതേ അടകക്ഷകലം ധനവത്തേ രഗതരകക്ഷവരം ധനവന്തേ രീബലവം ധനവത്തര് ഉടബലവം ധനവേദകരക്ഷകലം ദേരഗതേ. അന്യഭാഷകളിൽ അല്പസമയം ഹല്ലേലൂയ. കർത്താവിന് നല്ല മഹത്വം കൊടുക്കുന്നത് രാത്രി നമുക്ക് ഇന്ന് പകൽ നമ്മൾ കേൾക്കുന്ന ഈ വചനം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. വിശ്വസ്തതയുടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവേ എന്നെ ബലപ്പെടുത്തണമേ, എന്നെ ബലപ്പെടുത്തണമേ, എന്നെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അങ്ങയുടെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഈ പകലിൽ ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി നിന്നതിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനിലൂടെ കേട്ട ശബ്ദം ഇങ്ങനെയായിരുന്നു: വിശ്വസ്തയോടെ നിൽക്കുന്നവനെ എന്റെ കർത്താവ് മാനിക്കും. യെസ്, ഇന്ന് രാത്രി ഉപവാസത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ ദ ഫസ്റ്റ് ഡേ, ഹല്ലേലൂയ, ഫെയ്ത്ത്ഫുൾനെസ്സിനെ കുറിച്ചാണ് കർത്താവിന്റെ ദാസൻ പറഞ്ഞത്. ദൈവസന്നിധിയിൽ നമ്മൾ എത്രത്തോളം വിശ്വസ്തയോടെ നിൽക്കാമോ അത്രത്തോളം വിശ്വസ്തയോടെ നിൽക്കുമെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, ഉയർപ്പിന്റെ ദിനത്തിൽ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഉയർപ്പിന്റെ ദിനത്തിൽ ഒരു വിശ്വസ്തത അന്നവിടെ വെളിപ്പെടും. ആമേൻ. എത്ര പേർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെന്ന് ഈ പകലിൽ? ആമേൻ, ഹല്ലേലൂയ. ഒരു ദിവസം നമുക്ക് വേണ്ടി വരുന്നുണ്ട് കേട്ടോ, ഒരു ദിവസം നമുക്ക് വേണ്ടി വരുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവർക്കും ഇല്ലാത്ത, ആമേൻ, ആരുടെയും മുമ്പിൽ വെളിപ്പെടാത്ത ഒരു ദിവസം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പകലിൽ ഹല്ലേലൂയ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത ഓരോ വ്യക്തികളെയും ഞാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ പോവുക. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കും. ആമേൻ, ഹല്ലേലൂയ. ഒരു വലിയ ദൈവസാന്നിധ്യം ഇന്ന് പകലിൽ ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. എല്ലാ കണ്ണുകളും വരുന്ന രാത്രി ഇന്ന് പകലിൽ കർത്താവിന്റെ അഭിഷിക്തനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഞാൻ, ആമേൻ, അവന്റെ ദാസനെ കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ നേരിട്ട് കാണാനും സംസാരിക്കുവാനും ഒക്കെ ഇടയായി. പക്ഷെ എന്തോ ദൈവം അന്ന് സംസാരിച്ച ഒരു വിഷയമാണ്. ആമേൻ, ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവിന്റെ ദാസനും, ആമേൻ, ഇതിനകത്തൊരു പകവാക്കാകാൻ, ആമേൻ, ദൈവം ഇടവരുത്തും. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ കർത്താവിന്റെ ദാസനോട്, ആമേൻ, നേരത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. ആമേൻ, സ്തോത്രം. പക്ഷെ ദൈവാത്മാവ് ഇടപെടുമ്പോൾ അതിനകത്തൊരു നിവർത്തീകരണമുണ്ട് കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. അതിനൊരു ശുദ്ധതയുണ്ട്, അതിനൊരു പരിമളത്വമുണ്ട്, അതിനൊരു സുഗന്ധമുണ്ട്. ഇന്ന് പകലിൽ, ആമേൻ, ആ സുഗന്ധമാണ്, ആമേൻ, ആ ഫ്രാഗ്രൻസ് ആണ് ഇന്ന് പകലിൽ ഇതിനകത്ത് വെളിപ്പെട്ടത്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ആമേൻ. കടന്നു വന്നതുപോലെ പോകത്തില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ ഫ്രാഗ്രൻസ്, ആമേൻ, ഒരുവന്റെ ശരീരത്തിനകത്തില്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആ ശരീരത്തിനകത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ അവൻ പോകുന്നിടത്തൊക്കെയും ആ സ്മെല്ല്, ആ ഫ്രാഗ്രൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ കർത്താവ് കർത്താവിലൂടെ നമ്മളോട് ഇടപെട്ട ദൈവ ശബ്ദം അത് ജീവിതത്തിനകത്തൊരു ബ്ലെസ്സിങ് ആയി മാറട്ടെ. ചില വ്യക്തികളെ ഇത് പകലിൽ പരിശുദ്ധാത്മാവ് തൊടും. നാമത്തിൽ ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് ഇന്ന് തൊടും. ഇന്ന് പകലിൽ, ആമേൻ, അതിനുള്ള സമയമാണ്. ഹല്ലേലൂയ, റിയാമ ശക. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇന്ന് ഈ പകലിൽ എന്നെ ഒന്ന് സ്പർശിക്കണമേ.